Hi dears, welcome back to Arcanex. It's me GR. So നമ്മൾ ഇന്ന് വന്നിട്ടുള്ള എന്താണ് നമ്മുടെ +2 അല്ലെ ക്രിസ്മസ് എക്സാമിന് നമ്മുടെ +2 കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ഇമ്പോർട്ടന്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻസുമായിട്ടാണ് സാർ ഇന്ന് വന്നിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒട്ടും വൈകാതെ നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ദ യൂണിറ്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് അല്ലെ എന്താണ് സെൽഫ് ഇൻഡക്റ്റൻസ് യൂണിറ്റ് എന്താണ്? യെസ്, ഹെൻറി ആണ് അല്ലെ. എന്താ വരിക? ഹെൻറി ആണ് നമ്മുടെ യൂണിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. സോ ഹെൻറി. ഓക്കെ നേരെ നമ്മൾ പോകുന്നത് എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗിവ്സ് ദ പൊളാരിറ്റി ഓഫ് ദി ഇൻഡ്യൂസ്ഡ് EMF അല്ലെ. ഇതിൽ ഈ പറഞ്ഞ ലോസിന്റെ അകത്ത് ഏത് ലോ ആണ് നമ്മുടെ ഇൻഡ്യൂസ്ഡ് EMFന്റെ പൊളാരിറ്റി പറയുന്നത്? ലെൻസസ് ലോ ആണ്. സോ കൺഫേം ചെയ്യാം, ഏതാണ്? ലെൻസസ് ലോ തന്നെയാണ്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. ചൂസ് ദ കറക്റ്റ് ആൾട്ടർനേറ്റീവ്. സെൽഫ് ഇൻഡക്റ്റൻസ് അല്ലെ. സെൽഫ് ഇൻഡക്റ്റൻസ് ഡാഷ് ഇൻക്രീസ് or decrease when the number of turns of the coil increases അല്ലെ. നമുക്കറിയാം നമ്മുടെ സെൽഫ് ഇൻഡക്റ്റൻസും അതേപോലെ നമ്പർ ഓഫ് ടേൺസും എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. സോ ഉറപ്പായിട്ട് എന്താ ചെയ്യുക, അവിടെ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. സോ നമ്പർ ഓഫ് ടേൺസ് കൂട്ടുന്ന സമയത്ത് സെൽഫ് ഇൻഡക്റ്റൻസ് എന്താവുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. റെഡി അല്ലേ? ആൻഡ് നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ലെൻസസ് ലോ ഇൻ അക്കോർഡൻസ് വിത്ത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എന്താണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എന്താണ്? എനർജി ആണ്. റെഡി, നേരെ നമ്മൾ അടുത്തേക്ക് പോവാണ്. അടുത്ത എന്താണ്? വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ ട്രാൻസ്ഫോമർ. എല്ലാവർക്കും അറിയാം ഏതാണ് നമ്മുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ? മ്യൂച്വൽ ഇൻഡക്ഷൻ തന്നെയാണ്. ഏതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ? മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓക്കെ, നേരെ നമ്മൾ അടുത്തേക്ക് പോകുന്നു. റൈറ്റ് എനി വൺ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. നമുക്ക് 3 ഡിഫറൻസ് കൊടുക്കുക അല്ലെ. സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗൺ തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെ നമുക്ക് പറയാൻ പറ്റുക? ഒന്ന് നമ്പർ ഓഫ് ടേൺസ് അല്ലെ. നമ്പർ ഓഫ് ടേൺസ് ഒന്നിനകത്ത് എന്തായിരിക്കും? യെസ്, നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ആണ്. അതേപോലെ വോൾട്ടേജ് ഇൻ പ്രൈമറി ഈസ് ഗ്രേറ്റർ ദാൻ വോൾട്ടേജ് ഇൻ സെക്കൻഡറി ആണ്. ഇത് എന്തിന്റെ അകത്താണ് നമുക്ക് വരിക? സ്റ്റെപ്പ് ഡൗണിന്റെ അകത്താണ് അല്ലെ. സോ സ്റ്റെപ്പ് ഡൗണിന്റെ അകത്ത് നമുക്ക് എന്ത് വരും? ഇത് വരും. ഓക്കെ, സ്റ്റെപ്പ് ഡൗൺ. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് അപ്പിന്റെ അകത്ത് എന്താ വരിക? സ്റ്റെപ്പ് അപ്പിന്റെ അകത്ത് എന്താ വരേണ്ടത്? നേരെ തിരിച്ചാൽ മതി. നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി ഈസ് ലെസ് ദാൻ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി. അതേപോലെ വോൾട്ടേജ് ഇൻ പ്രൈമറി ഈസ് ലെസ് ദാൻ വോൾട്ടേജ് ഇൻ സെക്കൻഡറി എന്ന് പറയാം. ഇതാണ് സ്റ്റെപ്പ് അപ്പിന്റെ കേസിൽ നമുക്ക് പറയാൻ സാധിക്കുക. നേരെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്തതാണ് കാൽക്കുലേറ്റ് ദ എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ ഓഫ് ഇൻഡക്റ്റൻസ് 50 മില്ലി ഹെൻറി ആണ് when a current of 2 ampere is passing through it ആണ് അല്ലേ. സോ നമുക്ക് നേരെ എന്ത് ചെയ്യാം? എനർജി ഇക്വേഷൻ എന്താണ്? half Li square അല്ലേ. സോ half Li square ആണ്. സോ നേരെ എന്ത് വരും? എനർജി ഈക്വൽ ടു half into L എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 മില്ലി ഹെൻറി അല്ലേ. സോ 50 into 10⁻³ ഹെൻറി ആയിട്ട് മാറും. അതേപോലെ തന്നെ Li square അല്ലേ. സോ I എന്ന് വെച്ചാൽ 2 ആണ്. 2ന്റെ സ്ക്വയർ എന്ത് വരും? 4 വരും അല്ലേ. സോ 2ന്റെ സ്ക്വയർ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ 4 ആയിട്ട് എഴുതാം. സോ നേരെ എന്ത് ചെയ്യുക? ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. അത്രയും ജൂൾ ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന എന്ത് എനർജി ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. സോ കാൽക്കുലേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്തുകൊള്ളാം. റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പോവാണ്. Which law helps to detect the direction of induced current? State the law അല്ലേ. സോ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറന്റ്, ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? നമുക്കറിയാലോ, ഫ്ലെമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ ആണ്. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണ് നമ്മൾ എന്തിനായിട്ട് യൂസ് ചെയ്യുന്നത്? നമ്മളുടെ കറണ്ട് കണ്ടുപിടിക്കാൻ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ അകത്ത് കറണ്ട് ഇൻഡ്യൂസ് ചെയ്ത കറണ്ട് കണ്ടുപിടിക്കാൻ ഫ്ലെമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ ആണ് നമ്മൾ എന്ത് ചെയ്യുക? യൂസ് ചെയ്യുന്നത്. റെഡി അല്ലേ? ആൻഡ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വിച്ച് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഈസ് യൂസ്ഡ് ഇൻ സെല്ലുലാർ ഫോൺസ് ടു ട്രാൻസ്മിറ്റ് വോയിസ് കമ്മ്യൂണിക്കേഷൻ? നമുക്കറിയാം സെല്ലുലാർ ഫോൺസിൽ നമ്മൾ ഏത് വേവുകളാണ് യൂസ് ചെയ്യുന്നത്? ഉറപ്പായിട്ടും അതേതാണ്? റേഡിയോ വേവുകളായിരിക്കും. റേഡിയോ വേവ്സ്. റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The frequency of gamma rays, ultraviolet ray and X-ray are nu1, nu2 and nu3 respectively എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ അവരുടെ ഒരു റിലേഷൻ അവിടെ ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം നമ്മളെ ഓർഡർ എന്തായിരുന്നു? GXUVIMR ആണ്. അറിയാലേ? ഇത് അബ്രിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുകയാണ്. നമുക്കറിയാം താഴേക്ക് പോകും തോറും അല്ലെ, താഴേക്ക് പോകും തോറും എന്ത് ചെയ്യാണ്? വേവ് ലെങ്ത്തിന്റെ ഇൻക്രീസിംഗ് ഓർഡർ ആണ്. നമുക്കറിയാലേ വേവ് ലെങ്ത്തിന്റെ ഇൻക്രീസിംഗ് ഓർഡർ ആണ്. റെഡി അല്ലേ? നമ്മൾ പറഞ്ഞു nu1 ആരാണ്? nu1 എന്ന് പറഞ്ഞാൽ ഗാമാ റേയുടെ ഫ്രീക്വൻസി ആണ്. അതേപോലെ nu2 എന്ന് പറഞ്ഞാൽ അൾട്രാവയലറ്റ് ആണ്. nu3 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എക്സ്റേയുമാണ്. സോ നിങ്ങൾക്കറിയാം ഗാമാ റേക്കാണ് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസികൾ അല്ലെ. സോ nu1 is greater than. അടുത്ത ആരാണുള്ളത്? എക്സ്റേക്കല്ലേ പിന്നുള്ളത് അല്ലെ. സോ nu3 is greater than nu2 ആണ് വരിക. സോ ഇതായിരിക്കും അതിന്റെ ഓർഡർ വരിക. സോ നമുക്ക് ഏതാണ് കറക്റ്റ് വന്നത്? nu1 greater than nu3 greater than nu2 അല്ലെ. സോ ഇതാണ് നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരിക. ഓക്കെ, നേരെ നമ്മൾ അടുത്തേക്ക് പോവാണ്. റൈറ്റ് എനി വൺ യൂസ് ഓഫ് മൈക്രോവേവ്സ് അല്ലെ. മൈക്രോവേവ്സ് നമ്മൾ എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് എന്ത് പറയാം? രണ്ടെണ്ണം പറയുകയാണെങ്കിൽ ഒന്ന് മൈക്രോവേവ് ഓവൻ പറയാം അല്ലെ. സോ മൈക്രോവേവ് ഓവന്റെ അകത്താണ് നമുക്ക് പറയാം. അതേപോലെ തന്നെ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് റഡാർ കമ്മ്യൂണിക്കേഷൻ, റഡാർ സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? മൈക്രോവേവുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. റെഡി അല്ലെ? എയർക്രാഫ്റ്റ് നാവിഗേഷനിലെ യെസ് റഡാറുകൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇത് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നെയിം ദ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ലാസിക് സർജറി. ഏറ്റവും കൂടുതൽ അപ്ലിക്കേഷൻ വരുന്നതുകൊണ്ട് തന്നെ 1 മാർക്കിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്? അൾട്രാ വയലറ്റ് റേസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലാസിക് സർജറിക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
Which of the following electromagnetic wave has a maximum frequency? ഏറ്റവും മാക്സിമം ആയിരിക്കാനുള്ളത് ഗാമയ്ക്കാണ് അല്ലെ. ഏറ്റവും ചെറിയ വേഗം എന്നുള്ള ആൾക്ക് ഏറ്റവും മാക്സിമം ഫ്രീക്വൻസി ആയിരിക്കും. സോ ഇവിടെ ഗാമയുണ്ടോ? ഗാമയുണ്ട്. സോ നമുക്ക് ഉറപ്പിക്കാം എന്താണ് ഗാമ റേസ് ആണ്. റെഡി? അടുത്ത നമ്മൾ പോവാണ്. അടുത്തതാണ് വാട്ട് ഡസ് മാക്സ്വെൽസ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് അല്ലെ. നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കപ്പാസിറ്റേഴ്സിന്റെ ഇടയ്ക്ക് ഉണ്ടാവുന്ന അല്ലെ പ്ലേറ്റുകൾക്ക് ഇടയിൽ ഉണ്ടാവുന്ന കറണ്ട് ആണ്. സോ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ ഇക്വേഷൻ എന്താണ്? ε0 d∅e/dt എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അല്ലെ നമുക്ക് ടൈം വേരിയിങ് ഇലക്ട്രിക് ഫ്ലക്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? യെസ്, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് നമ്മൾ വിളിക്കുന്നത്. അത് ആലോചിച്ച് വെച്ചൂടാ. റെഡി അല്ലേ? നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? ആൻ ആക്സിലറേറ്റിംഗ് ചാർജ് പ്രൊഡ്യൂസസ് വേവ്സ്. നമുക്കറിയാം ആക്സിലറേറ്റഡ് ചാർജുകളാണ് എന്തിന്റെ സോഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക? ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളുടെ സോഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? എക്സ്റേസ് വർ ഡിസ്കവേർഡ് ബൈ ആരെയാണ്? റോൺജൻ അല്ലെ. എക്സ്റേസ് ആണ് ഡിസ്കവർ ചെയ്തത് റോൺജൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? നെയിം ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ബൈ ദ റേഷ്യോ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ടു ആരാണ്? മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ. E/B. എന്താണ് റേഷ്യോ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ടു മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, സ്പീഡ് ഓഫ് ദി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അല്ലേ. സോ സി എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ധൈര്യമായിട്ട് അവിടെ പറയാം. സോ സി ആണ്, അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആയിരിക്കും. അടുത്ത നമ്മൾ പോവാണ്. എ സ്റ്റേഷനറി ചാർജസ് ക്യാൻ പ്രൊഡ്യൂസ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. സ്റ്റേ ട്രൂ ഓർ ഫോൾസ്? അത് ഓഫ് കോഴ്സ് എന്താണത്? ഫോൾസ് ആണ്. ഫോൾസ്. ഓക്കെ, സ്റ്റേഷനറി ചാർജുകൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല? ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. എന്ത് ചാർജുകൾ നമുക്ക് വേണം? ആക്സിലറേറ്റഡ് ചാർജുകളാണ് നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളുടെ സോഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുക. സോ ഇത് ഫോൾസ് ആണ്. ഓക്കെ, അടുത്തേക്ക് പോകുന്നു. എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഈസ് മൂവിംഗ് പെർപെൻഡിക്കുലർ ടു എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. വാട്ട് ഇസ് ദ ഷേപ്പ് ഓഫ് ദി പാത്ത് ഫോളോഡ് ബൈ ദി പാർട്ടിക്കിൾ അല്ലെ. സോ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എന്ത് ചെയ്യാണ്? ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ പെർപെൻഡിക്കുലർ ആയിട്ട് കടന്നു വരികയാണെങ്കിൽ ഉറപ്പായിട്ടും അത് എന്ത് പാത്തിലേക്കായിട്ട് മാറും? സർക്കുലാർ പാത്തിലേക്ക് അതിന്റെ ഓർബിറ്റ് മാറും. സോ സർക്കുലാർ പാത്ത് ആയിരിക്കും നമുക്ക് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് പറയാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? ദ കറന്റ് ഡ്യൂ ടു ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് സ്കോട്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ടൈം വേരിയിങ് ഇലക്ട്രിക് ഫ്ലക്സ് ഏതാണ്? ഡിസ്പ്ലേസ്മെന്റ് കറന്റ്. ഏതാണ്? ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് കറന്റ്. റെഡി അല്ലേ? നേരെ നമ്മൾ പോകുന്നു അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? ലൈറ്റ് വേവ്സ് ആർ ഇൻ നാച്ചർ. ഏത് നാച്ചർ ആണ്? ഡാഷ് ഇൻ നാച്ചർ ആണല്ലേ. സോ ലൈറ്റ് വേവ്സ് ആർ ഡാഷ് ഇൻ നേച്ചർ. ഏത് നാച്ചർ ആണ്? ഉറപ്പിച്ച് പറയാം നമുക്ക് ഏതാണ്? ട്രാൻസ്വേഴ്സ് ഇൻ നേച്ചർ ആണ്. റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വിച്ച് ഫിനോമിനൻ ഓഫ് ദി ലൈറ്റ് സപ്പോർട്ട്സ് ഇറ്റ്സ് ട്രാൻസ്വേഴ്സ് നേച്ചർ. ലൈറ്റിന്റെ ട്രാൻസ്വേഴ്സ് നേച്ചർ കാണിക്കുന്നത് ഏത് ഫിനോമിനൻ ആണ്? ഉറപ്പിച്ച് നമുക്ക് പറയാം ഏതാണ്? പോളറൈസേഷൻ ആണ്. ഏതാണ്? പോളറൈസേഷൻ ആണ് എന്ത് കാണിക്കുന്നത്? നമ്മുടെ ലൈറ്റിന്റെ ട്രാൻസ്വേഴ്സ് നേച്ചർ പ്രൂവ് ചെയ്യുന്ന ആ ഒരു ഫിനോമിനൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇത്രയും 1 മാർക്ക് ക്വസ്റ്റ്യൻ എന്റെ മക്കൾക്ക് സെറ്റ് ആണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് ആവശ്യം, നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. ആൻഡ് നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. ഓക്കെ, അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.